ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക് 14 ബ്ലോക്ക് 4 യൂണിറ്റ് ഫസ്റ്റ് ആണ്. അത് പറയുന്നത് യൂണിറ്റ് പേര് സാൾട്ട് എന്നാണ്. ബൈ മഹാശ്വേത ദേവിയുടെയാണിത്. ഓക്കെ, ഈ കഥയിലത് നടക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ബീഹാറിലെ ഒരു പലാമു കാടുകളുടെ അടുത്തുള്ളൊരു ജൂഹർ എന്നൊരു ആദിവാസി ഗ്രാമത്തിൽ നടക്കുന്നൊരു കഥയാണിത്. അവിടെയുള്ളൊരു മുണ്ട, ഖോൽ എന്നീ വിഭാഗത്തിൽപ്പെട്ട പാവം ആദിവാസികളെ ഉത്തംചന്ദ് എന്നൊരു ക്രൂരനായ ഒരു ലാൻഡ് ഓണർ അല്ലെങ്കിൽ ഒരു വ്യാപാരിയും ചേർന്ന് കാലങ്ങളായി ചൂഷണം ചെയ്യുകയാണ്. അവർക്ക് ചോര നീരാക്കി പണിയെടുത്താലും തുച്ഛമായ ഒരു കൂലി മാത്രമേ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. ഇതിനെതിരെ ഒരു പ്രതിഷേധം പോലെ നടത്തുന്നതാണ് ഈ കഥയിൽ പറയുന്നത്. എപ്പോഴും ഇങ്ങനെ സഹിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പൂർത്തിമുണ്ട് എന്നൊരു ആദിവാസി യുവാവിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ചെറുപ്പക്കാർ ഉത്തംചന്ദിനെതിരെ തിരിഞ്ഞു. തങ്ങൾ കൊയ്തെടുക്കുന്ന വിളവിൻ്റെ പകുതി പങ്ക് വേണമെന്ന് അവർ ധൈര്യത്തോടെ ആവശ്യപ്പെട്ടു. പക്ഷെ അവിടെ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ തനിക്കെതിരെ സംസാരിക്കാൻ മാത്രം ഈ ആദിവാസികൾ വളർന്നു എന്ന് ഉത്തംചന്ദിന് ദേഷ്യം വന്നു. അവരെ അടിച്ചു തോൽപ്പിക്കുന്നതിന് പകരം അയാൾ ഒരു ക്രൂരമായ ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ്. ആദിവാസികൾക്ക് ജീവിക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഉപ്പ് ആരും അവർക്ക് വിൽക്കരുതെന്ന് അയാൾ ഉത്തരവിട്ടു. ചുറ്റുമുള്ള എല്ലാ കടക്കാരും അയാളെ ഭീഷണിപ്പെടുത്തി. അയാളങ്ങനെ ഭീഷണിപ്പെടുത്തിയത് ഉറപ്പായും ആരും അവർക്ക് നൽകുകയുമില്ലല്ലോ. ഈ ഉപ്പ് ലഭിക്കാതെ വന്നതോടെ തന്നെ ഈ ആദിവാസി ആളുകളുടെ ആരോഗ്യം മോശമായി മാറി. അവർ കടുത്തൊരു ദുരിതത്തിലായി മാറി. അങ്ങനെ ഇരിക്കുകയാണ് കാട്ടിലെ ആനകൾ ഉപ്പ് നക്കാൻ വരുന്നൊരു രഹസ്യ സ്ഥലമുണ്ട്. ഒരു സാറ്റ് ലിക്ക് എന്നാണ് പറയുന്നത്. പൂർത്തിമുണ്ടയാണ് കണ്ടെത്തിയത്. വന്യമൃഗങ്ങളെ ഭയന്നാണെങ്കിലും ജീവൻ നിലനിർത്താൻ വേണ്ടി ആദിവാസികൾ രാത്രി കാലങ്ങളിൽ അവിടെ പോയി ഉപ്പ് മോഷ്ടിക്കാൻ തുടങ്ങി. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ വിശപ്പ് കാരണം തന്നെ ഈ ആളുകളുടെ ജാഗ്രത കുറഞ്ഞു. കാരണം അവരുടെ പ്രൈമറി നീഡ് എന്ന് പറഞ്ഞാൽ ഹങ്കർ ആയതിനാൽ അവരുടെ ഒരു അലേർട്ട്നെസ് അവർ കുറച്ചിട്ട് അവരൊരു ദിവസം എക്കോ എന്നൊരു പേരുള്ളൊരു ഒറ്റയാനയുടെ മുമ്പിൽ പെടുക ചെയ്തു. ഒരു 3 ആദിവാസികൾ ഈ ഉപ്പ് എടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴാണ് എക്കോയോ എന്നൊരു ഒറ്റയാന ഉണ്ടായിരുന്നു. ആ ആനയുടെ മുമ്പിൽ ചെന്ന് പെടുകയും അവരെ ഈ ആന ചവിട്ടി കൊല്ലുകയും ചെയ്തു. ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസും എന്തുകൊണ്ടാണ് ആദിവാസികൾക്ക് കാട്ടിൽ പോകേണ്ടി വന്നതെന്ന കാര്യം തീരെ അന്വേഷിച്ചില്ല. അത് പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉത്തംചന്ദ് അവർക്ക് ഉപ്പിന് വിലക്കിയതുകൊണ്ടാണ് ഇവരെല്ലാവരും പോയി ഉപ്പെടുക്കാനാണ് പോയിരുന്നത്. പകരം ആനയ്ക്ക് ഇതൊന്നും അന്വേഷിക്കാതെ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പകരം ആ ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചതാണെന്ന് പറഞ്ഞ് അവർ ആ ആനയെ വെടിവെച്ച് കൊന്നു. ഒരു മനുഷ്യൻ്റെ ക്രൂരത കാരണം 3 പാവം മനുഷ്യരും ഒരു വന്യമൃഗവും വെറുതെ ചത്തുപോയി എന്ന് ഗ്രാമത്തലവൻ സങ്കടത്തോടെ പറയുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ഈ സാൾട്ട് എന്ന കഥയുടെ തീം എന്ന് പറയുന്നത് തന്നെ ചൂഷണമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും കാട്ടിലെ മനുഷ്യർക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. പണ്ട് വെള്ളക്കാരായിരുന്നുവെങ്കിൽ ഇന്ന് ഉത്തംചന്ദിനെ പോലുള്ള നാട്ടിലെ പണക്കാരാണ് അവരെ അടിമകളാക്കുന്നത്. പാവപ്പെട്ടവൻ്റെ വിശപ്പിനോ ജീവനോ നോക്കാതെ വെറും പേപ്പർ വർക്കുകളിലും നിയമങ്ങളിലും മാത്രം ശ്രദ്ധിക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ കഥയിൽ പരിഹസിക്കുന്നതുമുണ്ട്. ഒരാളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് എത്ര വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്നത് ഈ കഥയിലൂടെ കാണിച്ചു തരുന്നതുണ്ട്. ഇവിടെ ഉപ്പ് എന്താണ് സൂചിപ്പിക്കുന്നതെന്നാൽ നമ്മുടെ നാട്ടിൽ ഉപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറഞ്ഞ എന്നാൽ ജീവിക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ നമുക്കറിയാമല്ലോ. അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. ഈ കഥയിൽ മഹേശ്വര ദേവി ഉപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെയാണ്. ജീവിക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു ചെറിയ സാധനം പോലും തടഞ്ഞു വെച്ച് പണക്കാർക്ക് പാവങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ സാധിക്കുമെന്നത് കഥാകാരി പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആദിവാസികളുടെ ദുരിതവും അവർ അനുഭവിക്കുന്ന നീതികേടും വായനക്കാരുടെ നെഞ്ചിലേക്ക് തറയ്ക്കുന്ന രീതിയിൽ എഴുതിയ ഒരു ഗംഭീര കഥയാണ് ഈ സാൾട്ട് എന്ന് പറയുന്നത്.